IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ പ്രതി ചേർക്കാൻ പോലീസ്. ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. കൊച്ചിയിൽ മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടി സ്വകാര്യ ബസ് ജീവനക്കാർ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് എക്സൈസ്. പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ അടക്കമുള്ളവർക്ക് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി കഴിഞ്ഞു. രണ്ട് സിനിമാ താരങ്ങളുടെ പേരുകളാണ് പിടിയിലായ തസ്ലീമ സുൽത്താന എക്സൈസിനോട് വെളിപ്പെടുത്തിയത്. സിനിമാ മേഖലയിലുള്ളവരുമായി ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പിടിയിലായ തസ്ലീമയുടെയും ഫിറോസിന്റെയും ഫോണുകൾ ഇന്ന് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. ഇടപാടുകാരുമായി ഇവർ നടത്തിയ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇവ വീണ്ടെടുക്കാനാണ് ശ്രമം. സിനിമാ മേഖലയിലുള്ള നിരവധി പേരുടെ നമ്പറുകൾ ഇവരുടെ ഫോണിൽ നിന്നും കണ്ടെത്തി. പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തസ്ലീമ പിടിയിലായിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ബംഗളൂരുവിലെത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവർ വാഹനം വാടകയ്ക്കെടുത്ത എറണാകുളത്തെ റെന്റേ കാർ ഏജൻസിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. വാഹനത്തിന്റെ GPS ട്രാക്കർ വിവരങ്ങളും ശേഖരിക്കും. മലയാളത്തിലെ ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും തമിഴ് സിനിമാ മേഖലയിലാണ് തസ്ലീമ വർഷങ്ങളായി സജീവമെന്ന് എക്സൈസ് പറയുന്നു. 8 ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മുന്തിയ ഇനം ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായ തസ്ലീമ. അതുകൊണ്ട് തന്നെ സംഘത്തിലെ കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജനം, ആലപ്പുഴ. കൊച്ചിയിൽ മാരകായുധങ്ങളുമായി സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി. കമ്പിവടിയും വാക്കത്തിയുമായാണ് ഏറ്റുമുട്ടിയത്. കിസ്മത്ത് എന്ന ബസ്സിലെ ജീവനക്കാരും പുളിക്കൽ എന്ന ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു സംഘർഷം. ഡ്രൈവറെ ആക്രമിക്കാനും ശ്രമമുണ്ടായി. ഇന്നുച്ചയോടെ ഇടപ്പള്ളി ജംഗ്ഷന് സമീപമാണ് ബസ് ജീവനക്കാർ ഏറ്റുമുട്ടിയത്. കിസ്മത്ത് എന്ന ബസ്സിലെ ജീവനക്കാരും പുളിക്കൽ എന്ന ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു സംഘർഷം. വാക്കുതർക്കത്തിനിടെ ഇരുമ്പുവടിയും വാക്കത്തിയുമായിരുന്നു ഏറ്റുമുട്ടൽ. പറവൂരിൽ നിന്ന് സർവീസ് നടത്തുന്നതാണ് ഇരു ബസ്സുകളും. പുളിക്കൽ ബസ്സിലെ ജീവനക്കാർ കിസ്മത്ത് എന്ന ബസ്സിന്റെ മുൻഭാഗം അടിച്ചു തകർത്തു. തുടർന്ന് പുളിക്കൽ ബസ്സിന്റെ ചില്ലുകൾ കിസ്മത്തിലെ ജീവനക്കാർ അടിച്ചു തകർക്കുകയായിരുന്നു. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ എളമക്കര പോലീസ് കേസെടുത്തു. ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരോട്ടം മുൻപും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജനം, കൊച്ചി. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ പ്രതി ചേർക്കും. ഒളിവിൽ പോയ സുഗാന്തിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കേസെടുത്താൽ IB സുഗാന്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. മേഘയുടെ ആത്മഹത്യക്ക് കാരണക്കാരെന്ന് ആരോപിക്കുന്ന സുഹൃത്തായ സുഗാന്ത് ഒളിവിൽ തുടരുകയാണ്. ഇയാളെ പ്രതി ചേർക്കാനാണ് പോലീസ് തീരുമാനം. സുഗാന്തിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ IB ആഭ്യന്തര ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. സുഗാന്തിനെതിരെ കേസെടുത്താൽ IB ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. പ്രൊബേഷനിലായതിനാൽ ഇയാളെ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട്. മേഘ ആത്മഹത്യ ചെയ്തതിന്റെ പിറ്റേന്നാണ് സുഗാന്ത് ഒളിവിൽ പോയത്. യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. സുഗാന്ത് രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ടാർഗറ്റ് തികയ്ക്കാനുള്ള തത്രപ്പാടിൽ നിയമം ലംഘിക്കാത്ത വാഹന ഉടമകൾക്കും നോട്ടീസ് അയക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും.
നിയമലംഘനം നടത്താത്തവർക്ക് പോലും പിഴയൊടുക്കാൻ നോട്ടീസ് ലഭിച്ചതായാണ് പരാതി. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സായുജിനാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വന്നത്. സായുജിന്റെ ഉടമസ്ഥതയിലുള്ള KL45P 3194 എന്ന നമ്പറിലുള്ള ടാക്സി കാർ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തെന്ന് കാണിച്ച് 500 രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് വന്നത്. നോട്ടീസ് പരിശോധിച്ചപ്പോഴാണ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാഹനത്തിന് കിലോമീറ്ററുകൾക്കപ്പുറം നിയമലംഘനം നടത്തിയെന്ന പേരിലാണ് നോട്ടീസ് വന്നതെന്ന് വാഹന ഉടമ സായുജ് തന്നെ പറയുന്നു. അപ്പം എനിക്കൊരു ഫേക്കായിട്ടൊരു ഫൈൻ വന്നിരിക്കുകയാണ്. മാനാഞ്ചിറ 4 വീലർ പാർക്കിംഗ് അലോഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്. 30-ാം തീയതി നൈറ്റ് 31 രാവിലെ 9 മണിക്ക് എനിക്ക് ഫൈൻ വന്നിരിക്കുന്നത്. അവിടുത്തെ ഫോട്ടോയും എടുത്ത് വേറെ സ്ഥലത്തുള്ള ലൊക്കേഷൻ കൊടുത്തിരിക്കുക. അരയടത്ത് പാലത്താണ് ലൊക്കേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചലാൻ അവരടിച്ചിരിക്കുന്നത്. 500 രൂപ ഫൈൻ വന്നിരിക്കുന്നത് തെറ്റായ ഒരു ലൊക്കേഷൻ കൊടുത്തുകൊണ്ട് ഫോട്ടോ മാനാഞ്ചിറയുള്ളതും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3-4 ട്രിപ്പ് യൂബറിൽ എടുത്താലേ 500 രൂപയാവുള്ളൂ. അതാണ് ഇവർക്ക് ഫേക്കായിട്ട് ഒരു ഫൈൻ ഇട്ടിട്ട് ഇവർക്ക് ടാർഗറ്റ്, എനിക്ക് തോന്നുന്നു ഇവർക്ക് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മാർച്ച് മാസം ഇവർ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഫൈൻ ഇടുക എന്നുള്ളൊരു രീതിയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം പറഞ്ഞുകൊണ്ട് പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും ഇതായിരുന്നു മറുപടി. നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് അയക്കണം കേട്ടോ, എന്താ സംഭവം എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് അയക്കണം, എങ്കിലത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സായുജിന് മാത്രമല്ല മറ്റു പലർക്കും പോലീസിൽ നിന്നും MVDയിൽ നിന്നും ഗതാഗത നിയമം ലംഘിച്ചെന്ന് കാണിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. മറ്റു പലരും നടത്തിയ നിയമലംഘനത്തിന് പിഴയടക്കേണ്ട ഗതികേടിലാണ് പല വാഹന ഉടമകളും. ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതിന് പിന്നാലെ നടക്കണമെങ്കിൽ നമുക്ക് 500 രൂപ കൂടുതൽ ചിലവാകും. അപ്പം ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് നിലവിൽ. മാസാവസാനമായതോടെ ടാർഗറ്റ് തികയ്ക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഭാഗമായാണ് നോട്ടീസ് എന്നാണ് ഉയരുന്ന ആരോപണം. ജനം, കോഴിക്കോട്. മദ്യലഹരിയിൽ 5 വയസ്സുകാരനെ മർദ്ദിച്ച പ്രതി പിടിയിലായി. തിരുവനന്തപുരം കാട്ടാക്കട കട്ടക്കോട് സ്വദേശി മുഹമ്മദ് നദീമാണ് പിടിയിലായത്. ബിയർ കുപ്പി കൊണ്ട് 5 വയസ്സുകാരനെയും പിതാവിനെയും അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കാട്ടാക്കടയിലെ സ്വകാര്യ ബാറിന് സമീപം ബിയർ കുപ്പി കൊണ്ട് 5 വയസ്സുകാരനെ പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രധാന പ്രതിയെ കാട്ടാക്കട പോലീസ് പിടികൂടിയത്. കട്ടക്കോട് കാവവിള പുത്തൻ വീട്ടിൽ മുഹമ്മദ് നദീമാണ് പോലീസിന്റെ പിടിയിലായത്. കാട്ടാക്കട CI മൃദുൽകുമാറിന്റെയും SI മനോജിന്റെയും നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. സംഭവ ദിവസത്തെപ്പറ്റി പ്രാഥമികമായി ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയം തോന്നിയവരെ പോലീസ് നിരീക്ഷിച്ചു. ഇതിൽ പ്രത്യേകമായി നിരീക്ഷിച്ചത് മുഹമ്മദ് നദീമിനെയാണ്. ഗൂഗിൾ പേ വഴി പണം നൽകി ഇയാൾ ബിയർ വാങ്ങി പുറത്തിറങ്ങുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യം CCTVയിൽ ഒത്തുനോക്കിയാണ് പോലീസ് നടപടി. ഇതോടെ കൃത്യം ചെയ്തത് നദീമാണെന്ന് ഉറപ്പിച്ചു. ഇയാളുടെ ഫോൺ നമ്പറും നിരീക്ഷിച്ചതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം നദീമിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ പൂവാർ ഭാഗത്താണെന്ന് കണ്ടെത്തി. ഇയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് പോലീസ് മനസ്സിലാക്കിയതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. കൊല്ലം ആയൂരിൽ വ്യാജവാറ്റ് നടത്തിയവർ പിടിയിലായി. തേവന്നൂർ സ്വദേശി സനൽകുമാർ, സുഹൃത്ത് വിനോദ് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആയൂർ കേന്ദ്രീകരിച്ച് വ്യാജവാറ്റ് നടത്തിയ 2 പേരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. തേവന്നൂർ സ്വദേശി സനലിന്റെ വീട് കേന്ദ്രീകരിച്ച് സുഹൃത്തായ വിനോദ് കുമാറും ചേർന്നാണ് ചാരായം വാറ്റ് നടത്തി വന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. പ്രതികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടിയിലാകുകയായിരുന്നു. ഒപ്പം വാറ്റ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇടമാട് തേവന്നൂരിൽ ഒരു വീട്ടിൽ വാറ്റുചാരായം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും രാവിലെ തന്നെ
സനൽ എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു 3 ലിറ്ററോളം ചാരായവും അവിടുന്ന് കണ്ടെടുക്കുകയുണ്ടായി. 3 ലിറ്ററോളം വാറ്റ് ചാരായവും 100 ലിറ്ററോളം കോടയുമാണ് പോലീസ് പിടികൂടി നശിപ്പിച്ചത്. പ്രദേശത്ത് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഇരുവരും ചേർന്ന് വാറ്റ് ചാരായം നിർമ്മിച്ചത്. പിടികൂടിയ പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. തിരികെ കാക്കിയിലേക്ക്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 8-ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. മകന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ കുറ്റാരോപിതർക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. നിർഭയ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉദ്ധരിച്ചു. ആക്രമണത്തിന് തയ്യാറെടുത്തു തന്നെയാണ് കുട്ടികൾ വന്നത്. ഷഹബാസിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം കുറ്റാരോപിതർ 34 ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കണക്കാക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കുറ്റാരോപിതർക്ക് തുടർ പഠനം നടത്തണമെന്നും രക്ഷിതാക്കൾക്കൊപ്പം വിടണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഈ CWL യാതൊരു കാരണവശാലും നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും ഇപ്പോൾ അർഹിക്കുന്നില്ല എന്ന് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭൂമിയിൽ ഭൂമാഫിയകൾ പിടിമുറുക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ 42 ഏക്കർ ഭൂമി സ്വകാര്യ ഏജൻസിക്ക് നൽകാൻ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അനുമതി നൽകി. സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഭൂമി സൗജന്യമായി വിട്ടു നൽകുന്നത്. ഭൂമി കച്ചവടം സർക്കാരിൻ്റെയും സിൻഡിക്കേറ്റുകളുടെയും ഒത്താശയിലെന്നും ആരോപണം. വികസനത്തിന്റെ മറവിൽ സർവകലാശാലകളുടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയിൽ സർക്കാർ ഒത്താശയോടെ ഭൂമാഫിയകൾ പിടിമുറുക്കുകയാണ്. 400 കോടി രൂപ വില വരുന്ന കേരള സർവകലാശാലയുടെ 37 ഏക്കർ ഭൂമി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് സർക്കാർ ഗ്യാരണ്ടിയിൽ വിട്ടുകൊടുത്തതിന് സമാനമായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഭൂമി നൽകാനാണ് നീക്കം. നാഷണൽ ഹൈവേയോട് ചേർന്ന 42 ഏക്കർ ഭൂമി സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകാനാണ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം. കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശാനുസരണമാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനമെന്നതാണ് ശ്രദ്ധേയം. ഏകദേശം 500 കോടി രൂപ വില വരുന്ന സർവകലാശാല ഭൂമിയാണ് സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂൾ, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് വിട്ടുകൊടുക്കാൻ ധാരണയായിരിക്കുന്നത്. കേരള, കുസാറ്റ്, കണ്ണൂർ സർവകലാശാലകളോട് അനുബന്ധമായി സ്വകാര്യ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ സയൻസ് പാർക്കുകൾ ആരംഭിക്കുന്നതിന് പിന്നിലും ഭൂമാഫിയകളുടെ സമ്മർദ്ദമുണ്ടെന്നാണ് ആക്ഷേപം. കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തിൽ 100 കോടി രൂപ വില വരുന്ന 10 ഏക്കർ ഭൂമി സയൻസ് പാർക്കിന് സൗജന്യമായി വിട്ടുകൊടുക്കാൻ കേരള സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ട് ഏറെ നാളായില്ലെന്നിരിക്കെയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭൂമി കച്ചവടം. ജനം, തിരുവനന്തപുരം. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വീണ്ടും സമരം ശക്തമാക്കാൻ ഹർഷീന. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ നിയമ പോരാട്ടവും പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളും തുടരുമെന്ന് സമരസമിതി നേതാക്കളും വ്യക്തമാക്കി. കുന്നമംഗലം കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ച സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനം. പ്രോസിക്യൂഷന്റെ ഒത്തുകളിയാണ് പ്രതികൾ സമർപ്പിച്ച ഹർജിയിൽ സ്റ്റേ അനുവദിക്കാൻ കാരണമായതെന്ന വിമർശനമാണ് ഹർഷിനിയും സമരസമിതിയും മുന്നോട്ട് വയ്ക്കുന്നത്. കേസ് വീണ്ടും പരിഗണിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കേസ് അട്ടിമറിക്കാനാണെന്ന വിമർശനവും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നു. ഹർഷിനക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിരവധിയായ സമരങ്ങൾ എന്നിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. കുന്നമംഗലം കോടതിയിൽ നിലവിലുള്ള കേസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹർഷിനക്കൊപ്പം സർക്കാരില്ല.
സമരം ശക്തിപ്പെടുത്തും. നിയമ പോരാട്ടവും സമരസമിതി ശക്തിപ്പെടുത്തും. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയത്. 2022 ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിചാരണ നടപടികളിലാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത്. കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള ഏത് നീക്കമുണ്ടായാലും നീതിക്കായുള്ള പോരാട്ടം ഉടൻ പുനരാരംഭിക്കാനാണ് ഹർഷിനിയുടെയും കുടുംബത്തിന്റെയും സമരസമിതിയുടെയും തീരുമാനം. ജനം, കോഴിക്കോട്. തിരികെ കാക്കിയിലേക്ക്. കോഴിക്കോട് മാരക ആയുധവും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. താമരശ്ശേരി വെണ്ടോക്കുംചാലിൽ വാടക വീട്ടിൽ നടന്ന പരിശോധനയിലാണ് കഞ്ചാവും ആയുധങ്ങളും കണ്ടെത്തിയത്. സംഭവത്തിൽ പുതുപ്പാട് സ്വദേശി മുഹമ്മദ് യാസിർ, അശ്വിൻ, ഹരീഷ് എന്നിവർ പിടിയിലായി. ഇവരിൽ നിന്നും കൊടുവാൾ അടക്കമുള്ള ആയുധങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇടുക്കിയിൽ അനധികൃത ഖനനത്തിൽ പോലീസ് നടപടി ആരംഭിച്ചു. അനധികൃതമായി കരിങ്കല്ല് കടത്തിയ 14 ടിപ്പർ ലോറികൾ കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ ലോഡുകൾക്ക് മതിയായ രേഖകളില്ലെന്ന് പോലീസ് പറഞ്ഞു. വാഹനങ്ങളിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കരിങ്കല്ല് കടത്താനായിരുന്നു ശ്രമം. പിടികൂടിയ വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാനം ആലപിച്ചതിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ലെന്ന് കോടതി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 19 കേസുകളുടെ വ്യക്തിയുടെ അപേക്ഷ എങ്ങനെ പരിഗണിച്ചുവെന്നും ചോദ്യം. മാർച്ച് 10 ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനിടെ വിപ്ലവഗാനങ്ങൾ പാടിയുള്ള സംഗീത പരിപാടി അവതരിപ്പിച്ചത്. വേദിയിൽ DYFI പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചു. വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനും ഉപദേശക സമിതിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. പിന്നാലെയാണ് ഗായകൻ അലോഷിയെ 1-ാം പ്രതിയാക്കി കടയ്ക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതിയിലെ 2 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ക്ഷേത്രോത്സവത്തിനിടെ പാർട്ടി ചിഹ്നവും പതാകയും പ്രദർശിപ്പിച്ച് വിപ്ലവഗാനം പാടിയെന്നും അതിനുവേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തുവെന്നും FIR-ൽ പറയുന്നു. ദേവസ്വം വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. സംഭവത്തിൽ പോലീസ് കേസെടുക്കേണ്ടതായിരുന്നുവെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാർക്സിസ്റ്റ്വത്കരിക്കുവാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ പ്രതിഷേധവും അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തവണയും വിപ്ലവഗാനം പാടിയത്. അതേസമയം CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പ്രസിഡന്റായ ക്ഷേത്ര ഉപദേശക സമിതിയിലെ തിരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന പരാതിയുമുണ്ട്. കാലാവധി കഴിഞ്ഞും ഉപദേശക സമിതി ഭാരവാഹികളെ നിലനിർത്തുന്നതായും ഇവർക്കെതിരെ നേരത്തെ ക്രിമിനൽ കേസുകൾ ഉള്ളതായുമാണ് പരാതി. ജനം, കൊല്ലം. ധനവകുപ്പിലെ കാറുകൾ വാങ്ങാൻ വീണ്ടും പണം അനുവദിച്ച സർക്കാർ. 72.10 ലക്ഷം അധിക ഫണ്ടായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ്. വാഹനങ്ങൾ വാങ്ങാൻ നേരത്തെ 77 ലക്ഷം നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും പണം അനുവദിച്ചത്. ധനവകുപ്പിന് 8 കാറുകൾ വാങ്ങാൻ ആദ്യം അനുവദിച്ചത് 77 ലക്ഷം രൂപ. ഫെബ്രുവരി 19 ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയോടെയാണ് പണം നൽകിയത്. എന്നാൽ ഈ തുക പോരെന്ന് വകുപ്പ് അറിയിച്ചതോടെ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഇപ്പോൾ വീണ്ടും പണം അനുവദിച്ചത്. മാർച്ച് 28-ന് 72,10,000 രൂപ കൂടി അനുവദിച്ചതോടെ 8 കാറുകൾക്കായി ധനവകുപ്പ് ചെലവഴിക്കുന്നത് 1,49,00,000 രൂപ. മാരുതി എർട്ടിക, മാരുതി സിയാസ് കാറുകളാണ് വകുപ്പ് വാങ്ങുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തി നേരത്തെ ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന വാഹനങ്ങൾ വാങ്ങാൻ മന്ത്രിസഭയുടെ മുൻകൂർ അനുമതി വേണമെന്നും നിർദ്ദേശമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കടുത്ത വ്യയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ധനവകുപ്പ് മന്ത്രി തന്നെയാണ് സ്വന്തം വകുപ്പിന് വാഹനങ്ങൾ വാങ്ങാൻ യഥേഷ്ടം പണം അനുവദിക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച് MDMA കടത്തിയ കേസിലെ പ്രതി അനില രവീന്ദ്രന്റെ മുഖ്യ കൂട്ടാളി അറസ്റ്റിലായി. കിളിക്കല്ലൂർ സ്വദേശി ശരബിനാണ് പിടിയിലായത്. ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ശക്തികുളങ്ങര പോലീസ് പിടികൂടുകയായിരുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 90.45 ഗ്രാം MDMA-യുമായി കൊല്ലം അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രൻ പിടിയിലായത്. MDMA സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയിരുന്നത്. കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരപരിധിയിൽ വ്യാപക പരിശോധന നടത്തിയത്. ആദ്യം യുവതിയുടെ കാറിൽ നിന്നും 50 ഗ്രാം MDMA കണ്ടെത്തി. പിന്നാലെ നടത്തിയ വൈദ്യപരിശോധനയിലാണ് 40.45 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിലും ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. യുവതി നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണ്. അനിലയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊണ്ടുവന്ന MDMA കൂട്ടാളിയായ ശരബിന് നൽകാൻ വേണ്ടിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ശക്തികുളങ്ങര പോലീസ് ശരബിനെ പിടികൂടിയത്. നഗരത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ലഹരി വിൽപ്പന നടത്തുന്നത് ഇയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചും ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജനം, കൊല്ലം. ചുറ്റുനടക്കുന്ന അതിക്രമങ്ങളുടെ സമഗ്രതയുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്.